ഹാത്രസ് അപകടത്തിൽ മരണസംഖ്യ 121 28 പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ദുരന്തത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ്. ഹാത്രസിലെത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഘാടകർക്കും ദേവപ്രകാശ് മധുകർ എന്നയാൾക്കുമെതിരെയാണ് കേസുള്ളത്. ഭോലെ ബാബയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. അപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. वो यहाँ पर जो लोग हैं रुके हैं हमारे यहाँ बिछुआ क्षेत्र में, उनके सुरक्षा दृष्टि से उनके हम लोग कवर किए हुए हैं। अभी आश्रम से कितनी गाड़ियाँ निकली? अब वो लोग आ रहे हैं, लोग जा रहे हैं। तो വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അരുണ്യ CG ചേരുന്നു. അരുണ്യ, മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഒപ്പം അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവിടെ? ലക്ഷ്മി, ഉത്തർപ്രദേശിലെ ഹാത്രസ് ജില്ലയിൽ ഫുൾറായ് ഗ്രാമത്തിൽ ഇന്നലെ നടന്ന പ്രാദേശിക പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു നാടിനെ നടുക്കിയൊരു ദുരന്തമുണ്ടായത്. 121 പേർ മരിച്ചെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ്. മുഖ്യ സംഘാടകനായിട്ടുള്ള ഈ ദേവദാസ് മധുകർ എന്നയാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മതപരമായ ചടങ്ങ് നടത്തിയത് ഉത്തർപ്രദേശിലെ സ്വയം പ്രഖ്യാപിത ആൾദൈവമായിട്ടുള്ള ഭോലെ ബാബെ എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാളെ കണ്ടെത്തിയ ഇയാളെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അതുപോലെ മറ്റൊന്ന്, പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആശുപത്രി അധികൃതർ കൂടി ഒരു വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. മരിച്ചവരിൽ പലരെയും ഇനിയും തിരിച്ചറിഞ്ഞിട്ടുമില്ല. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവ പോസ്റ്റ്മോർട്ടത്തിന് എന്ന് വിധേയമാക്കും. അതുപോലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ UP ചീഫ് സെക്രട്ടറിയും DGPയും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും നൽകും. അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാർ ഒരുക്കി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതുപോലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഭോലെ ബാബ എന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിൻ്റെ തിരോധാനമാണ്. ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇയാൾ നിയന്ത്രിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലും ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൊന്നും തീരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അക്കൗണ്ടുകൾ ഒന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ല. ആകെ നമുക്ക് അറിയുന്ന വിവരം എന്ന് പറയുന്നത് സ്വയം പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപിത ആൾ ദൈവം അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ മതപ്രഭാഷണങ്ങളെല്ലാം നടത്താറുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് ഈ ഒരു മരണം സംഭവിച്ചെന്നാണ് പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. ഇതിൽ കൂടുതലും മരിച്ചത് സ്ത്രീകളാണ്. മരിച്ചവരിൽ കൂടുതൽ മരണം സംഭവിച്ചത് ശ്വാസം മുട്ടിയാണെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാബയുടെ വാഹനത്തിന് വഴിയൊരുക്കാൻ വേണ്ടി ആളെ തടഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്, ദുരന്തമുണ്ടായത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? അതെ, അത്തരത്തിലുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും ഈ പരിപാടി തുടങ്ങിയത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച തുടങ്ങി ഇന്നലെ അവസാനിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ പരിപാടി അവസാനിപ്പിച്ച ആളുകൾ വീട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഭോലെ ബാബയുടെ വാഹനം കടത്തിവിടാൻ വേണ്ടി ആളുകളെ തടഞ്ഞു വെച്ച് ഇതാണ് പെട്ടെന്നുണ്ടായ ഈ സ്റ്റാമ്പേഡിന് കാരണമായിട്ട് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുക. പോലീസ് അങ്ങനെയാണ് നമുക്ക് നൽകുന്ന വിവരം. ഈ ഘട്ടത്തിൽ അവിടെ ഉൾക്കൊള്ളാവുന്നതിലധികം ആളുകൾ, ഏതാണ്ട് 1 ലക്ഷത്തോളം അധികം ആളുകൾ പ്രദേശത്തുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് പെട്ടെന്നുണ്ടായ ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇന്നലെ പരിപാടി അവസാനിപ്പിച്ച ആളുകൾ വീട്ടിലേക്ക് മടങ്ങി പോകാനിരിക്കുന്ന തൊട്ട് മുൻപായിരുന്നു ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ അപകടം. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ലക്ഷ്മി, അരുണ്യ, ഇത്തരത്തിൽ ഈ ഭോലെ ബാബയുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥിരം ഇങ്ങനെ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കാറുണ്ടോ? ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതൊരു പതിവായി നടക്കുന്ന കാര്യമാണോ?
തീർച്ചയായും എല്ലാ ചൊവ്വാഴ്ചയും അലിഗഡിൽ UP-യിലെ അലിഗഡിൽ ഇത്തരത്തിലുള്ളൊരു മതപ്രഭാഷണം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭോലെ ബാബയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ആഴ്ചയും അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലും ആളുകൾ ദിവസം എത്താറുണ്ട്. ശരിക്കും ഈ ഭോലെ ബാബ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ്-19 സമയത്ത് നമുക്കറിയാം നിരവധി മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പരിപാടികളെല്ലാം തന്നെ നടത്തുന്നതിന്. എന്നാൽ അന്ന് 50 പേരെ മാത്രം പങ്കെടുപ്പിച്ച് നടത്താവുന്ന പരിപാടിയിൽ 50,000 ആളുകളെ പങ്കെടുപ്പിച്ച ഒരു പരിപാടി ഭോലെ ബാബ നടത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇത്തവണയും അത്തരത്തിലുള്ള സമാനമായൊരു സംഭവമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അവിടെ എത്ര പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്ഥലമാണെന്നോ അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് പരമാവധി പങ്കെടുക്കാൻ കഴിയുന്ന ഏരിയയാണെന്നോ ഒന്നും നമുക്ക് വ്യക്തമല്ല. ഏതായാലും 1,00,000-ലധികം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതാണ് ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള അപകടത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ ഭോലെ ബാബയെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ലക്ഷ്മി. ഹത്രസ് ദുരന്തത്തിൽ മരണസംഖ്യ 121 28 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ഭോലെ ബാബയ്ക്കായുള്ള തെരച്ചിൽ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ് ഭോലെ ബാബെ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് അരുണ്യ CG.